എന്നാൽ സത്യത്തിൽ മറ്റുള്ളവരുടെ ജീവിത കാര്യങ്ങൾക്ക് വേണ്ടി നാം നമ്മുടെ പരലോകത്തെ പ്രതിഫലത്തെ ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ചിന്താഗതിയുടെ ഏറ്റവും വലിയ അപകടം. നമ്മൾ വക്തിന് നിസ്കരിക്കാതെയാണ് മറ്റുള്ളവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. നമ്മൾ പഠിക്കേണ്ട ദീൻ പഠിക്കാൻ സമയം കാണാതെയാണ് നാം മറ്റുള്ളവർക്ക് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. മറ്റുള്ളവർക്ക് സമ്പാദിച്ച് സമ്പത്ത് അനന്തരമായി കിട്ടി അവർ സമ്പന്നരായി നമ്മുടെ മക്കൾ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം അനിവാര്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും നാം വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നുള്ളത് എത്ര അപകടമാണ്. നിർബന്ധമായി കൊടുക്കേണ്ട സക്കാത്തിൻ്റെ പണം പോലും നാം പരലോകത്ത് ശിക്ഷയേറ്റുവാങ്ങുകയും ആ പണം നമ്മുടെ മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ ഇവിടെ വിട്ടേച്ചു പോവുകയും ചെയ്യുന്നതൊക്കെ എത്ര വലിയ ബുദ്ധിശൂന്യതയാണെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് കുറച്ചൊരു കാര്യബോധം നമുക്ക് വേണ്ടി പരലോകത്തേക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു കാര്യബോധം യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടതുണ്ട്. ആ ചിന്താഗതിയിൽ നിന്നാണ് നമ്മുടെ ദീനിയായ ജീവിതം ഏറ്റവും നന്നായി വരുന്നത്. ഞാൻ താരതമ്യം ചെയ്തു പറയല്ല. ഒരുപക്ഷെ ഇഹലോക ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും അനുഭവം ഉണ്ടായിരിക്കും. അവസാനത്തെ മോളെ കല്യാണവും കഴിഞ്ഞു, അൽഹംദുലില്ലാ. ആ വിവാഹ ദിവസം ഒരു വലിയ ഉത്തരവാദിത്വം നിർവഹിച്ചതിൻ്റെ സന്തോഷം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഒരു വീടായി, ഇനിയിപ്പോൾ ഒരു വീടിനെ പറ്റി ആലോചിക്കണ്ടല്ലോ എന്ന് ഒരു വീടിൻ്റെ ഹൗസ് വാമിങ് നടന്നതിൻ്റെ അന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളെ പൂർത്തീകരിച്ച ചാരിതാർത്ഥ്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, അതൊക്കെ അന്ന് നമ്മളൊന്ന് സംതൃപ്തിപ്പെട്ടുവെങ്കിലും തൊട്ടടുത്ത ദിനങ്ങളിൽ വീണ്ടും അത് നമുക്ക് ജീവിതത്തിൽ പല ഭാരങ്ങളും പല പ്രതിസന്ധികളും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ആലോചിക്കണം, നമ്മൾ നല്ലൊരു വിശ്വാസിയായി, നല്ലൊരു മുസ്ലിമായി, നല്ലൊരു മുഅ്മിനായി നമ്മൾ മരിക്കുന്നുവെങ്കിൽ അതോടെ നമ്മളെല്ലാം തീർന്നു. നമ്മളെല്ലാ ഉത്തരവാദിത്തങ്ങളും തീർന്നു, നമ്മൾ ഫുൾ ഫ്രീ ആയി. അതാണ് വജഅലിൽ മമാത റാഹത്തൻ ലി മിൻ കുല്ലി ശർറ. മരണത്തെ എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ ദുരന്തങ്ങളിൽ നിന്നും എനിക്ക് വിശ്രമമാക്കി തരണേന്നാണ്. നമ്മൾ പിന്നെ ഒന്നും അറിയണ്ട. നിങ്ങളൊരു വിദേശത്തേക്കൊരു യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും ആ യാത്രയുടെ ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്, യാത്രയുടെ ആശങ്കകൾ നമുക്കുണ്ട്. എന്നാൽ ജീവിതത്തിൽ ഇനി ഒന്നും ചിന്തിക്കേണ്ടതില്ലാത്ത ഒരു ജീവിതത്തിലേക്കാണ് മരണം നമ്മളെ എത്തിക്കുന്നത്. ഒരു നല്ല വിശ്വാസിയായി മരിക്കാൻ സാധിച്ചാൽ അയാൾ പിന്നെ ഒന്നും അറിയേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അത് ഏതാനും ദിവസങ്ങളിലേക്കാണോ? അല്ല, അനന്തമായ ഒരു ജീവിതത്തിലേക്ക്, അനശ്വരമായ ഒരു ജീവിതത്തിലേക്കാണ് അള്ളാഹു നമ്മളെ ക്ഷണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, എത്രയോ ആയുഷ്കാലങ്ങളിൽ നമ്മൾ ജീവിക്കേണ്ട അനന്തമായൊരു വിശ്രമ ലോകത്തേക്ക് വേണ്ടിയുള്ള അധ്വാനമെന്ന് പറയുമ്പോൾ നമ്മളതിനെ നിസ്സാരമായി കാണാൻ പറ്റാത്തൊരു കാര്യമാണ്. സൂറത്തുൽ മുഅ്മിനൂനിൽ അള്ളാഹു പറയുന്നുണ്ട്, ചില ആളുകൾ ഇവിടെ നിന്ന് പറയും റബ്ബന ഗ്ഫിർ ലനാ, റബ്ബേ ഞങ്ങളുടെയൊക്കെ പാപങ്ങളൊക്കെ പുറത്തു തരണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ചില നിഷ്കളങ്കരായ വിശ്വാസികൾ ഇവിടെ ഉണ്ട്. അവരങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ പരലോകത്തിലൊന്നും വിശ്വാസമില്ലാത്ത ആളുകളുണ്ട്. അവർ ഫത്തഹ്തുമൂഹും സിഹ്രിയൻ, അവരിവരെ പരിഹസിക്കും. എന്താണ് ഈ പരച്ചോനൊക്കെ പേടിച്ച് പരലോകത്തൊക്കെ പേടിച്ച് ജീവിക്കുകയാണോ എന്നവരെന്ത് ചെയ്യും? ഇവരെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നതാണ്. വകുന്തും മിൻഹും തദ്ഹഖൂൻ, നിങ്ങൾ അവരെ കളിയാക്കി ചിരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ്, അങ്ങനെ ഒരു പരലോകമുണ്ട് എന്ന് വിചാരിച്ച് അതിനുവേണ്ടി സഹിച്ച്, നിങ്ങളെ പരിഹാസങ്ങളെ സഹിച്ച്, എല്ലാ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും സഹിച്ച ആളുകളുണ്ടല്ലോ, ഇന്നി ജസൈതുഹുമുൽ യൗമ ബിമാ സബറു അന്നഹും ഹുമുൽ ഫായിസൂൻ. നമ്മൾ അവർക്ക് പുറത്തു കൊടുത്തു, അവർക്ക് അതിൻ്റെ പ്രതിഫലം കൊടുത്തു. അങ്ങനെ പരലോകത്ത് ആ പരിഹാസ വിധേയരായ, പരലോകത്തിൽ ആത്മാർത്ഥമായി വിശ്വസിച്ചത് സത്യമാണെന്ന് വിചാരിച്ച് പ്രവർത്തിച്ച് പ്രാർത്ഥിച്ച ആ ആളുകൾക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കുകയാണ്. എന്നിട്ട് അവരോട് ചോദിക്കും, കം ലബിസ്തും ഫിൽ അർദ്, നിങ്ങൾ എത്ര കാലം ഇവിടെ ജീവിച്ചു എന്ന് എന്ത് ചെയ്യും? ഈ ദുനിയാവിന് വേണ്ടി ജീവിച്ച, പരലോകത്തെക്കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ആളുകളോട് ചോദിക്കുന്നു, എത്ര വർഷം ചോദിച്ചു? അപ്പൊ അവരെന്താ പറയാ? ഖാലൂ ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം ഫസ്അലിൽ ആദിയൻ.
ഞങ്ങൾ 1-2 ദിവസമാണ് ഇവിടെ ജീവിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ നിസ്സാരമായ ഒരു ജീവിതമായിട്ടാണ് ഈ ജീവിതം മനുഷ്യന് പരലോകത്ത് വെച്ചിട്ട് അനുഭവപ്പെടുക എന്ന് അനുഭവത്തിലൂടെ അങ്ങനെ അള്ളാഹു ഒരു കണ്ണിൽ കാണുന്ന ഒരു ചിത്രമായി രംഗമായി പടച്ചോൻ ഖുർആനിൽ നമുക്ക് കാണിച്ചു തരാണ്. എന്നിട്ട് അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വ അന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളെ ഞാൻ വെറുതെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളെ ഞാൻ എന്നിലേക്ക് തിരിച്ചു കൊണ്ടുവരാതെ എന്നാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ആകൊരു വിഷയം മനസ്സിലുണ്ടാവുള്ളൂ, മടങ്ങിപ്പോണം. അതാണ് അള്ള വേണം, മടങ്ങിപ്പോണം നമുക്ക്. അതുമാത്രം നമ്മുടെ മനസ്സിൽ വേണ്ട ഒരു കാര്യം. തിരിച്ചു പോകണം, എനിക്ക് തിരിച്ചു പോകണം. നമ്മളെ കാറ് കയറുമ്പോഴും നമ്മളെ വീട്ടിൽ കയറുമ്പോഴും നമ്മളെ കയ്യിലേക്ക് നമ്മുടെ വരുമാനങ്ങളും പണം വരുമ്പോഴും ജീവിതത്തിൽ എന്തുണ്ടാകുമ്പോഴും തിരിച്ചു പോകണം എന്ന് ചിന്തിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു വിശ്വാസിക്കാണ് അവൻ്റെ പരലോകത്ത് ധന്യമാക്കാൻ പറ്റുക. അതുകൊണ്ട് നാം നമ്മുടെ ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനുള്ള അത് അവൽ തന്നുർ നഫ്സുമ്മ ഖദ്ദമത്തിൻ്റെ കഥ, നാളേക്ക് വേണ്ടി എന്തുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക, ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് ആലോചിക്കുന്നത്. എന്താ നമ്മളെക്കുറിച്ച് നിരൂപണം നടത്താറില്ല. നമ്മളെ നിസ്കരിക്കണ്ടോ വക്തിന്, അല്ലെങ്കിൽ നമ്മളെ ഖുർആൻ ഓതുന്നുണ്ടോ, നമ്മൾ ദീൻ പഠിക്കണ്ടോ, മറ്റുള്ളവരെ കുറിച്ചാണ് നമ്മൾ പറയുക. വലാ തുസക്കു അംഫുസക്കു. നമ്മളെപ്പോഴും നമ്മളെ നല്ലവരായി കണ്ട് മറ്റുള്ളവരുടെ കുറ്റവും കുറവുമാണ് കാണുക. നമ്മളെ കുറ്റവും കുറവും കാണാനുള്ളൊരു സാമർഥ്യം നമുക്കുണ്ടായി അത് തിരുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളൊക്കെ ഇന്നുള്ളതിനേക്കാളും ഏറ്റവും മെച്ചപ്പെട്ട വിശ്വാസികളായി മാറാൻ നമുക്ക് അവസരമുണ്ടാകും. അതുകൊണ്ട് ഒരു നന്മകളെയും പാഴാക്കാതെ ഏറ്റവും നല്ല വിശ്വാസികളായി മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാകുക.